JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ സിനിമ കുറച്ച് നാളുകളായിട്ട് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിന് കാരണം അത് സെൻസർ സർട്ടിഫിക്കറ്റിനായിട്ട് കൊടുത്തു, പക്ഷേ അവർക്കൊരു മറുപടി കിട്ടിയില്ല, സർട്ടിഫിക്കറ്റും കിട്ടിയില്ല. ആദ്യമായിട്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഇല്ല. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡും ഇല്ല. സെൻസർ എന്നുള്ളൊരു വാക്കും നിയമത്തിലില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഇതാണ് ആ ബോർഡിൻ്റെ പേര്, CBFC. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് റീജിയണൽ ഓഫീസും ഉണ്ട്. റീജിയണൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഫിലിം സർട്ടിഫൈ ചെയ്യുക. എന്താ ഫിലിം സർട്ടിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ 3 തരത്തിലാണ് ഒരു സിനിമ സർട്ടിഫൈ ചെയ്യുന്നത്. ഒന്ന് U സർട്ടിഫിക്കറ്റ്, അത് എല്ലാവർക്കും കാണാവുന്നത്. പിന്നെ UA, അതായത് മൈനർ കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ കൂടെ കാണാവുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് പോയാൽ ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല. ബട്ട് മുതിർന്നവർ കൂടെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കാം. അതാണ് UA. വേറൊന്ന് A സർട്ടിഫിക്കറ്റ്. അതിൽ കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയുള്ളവർ കാണാനേ പാടില്ല. അപ്പോൾ ഈ 3 വിഭാഗത്തിൽ ഏതിൽ പെടും ഈ സിനിമ? അത് നോക്കിയിട്ട് ആ വിഭാഗത്തിന് കാണാനായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇതാണ് ഇവരുടെ ജോലി. അതല്ലാതെ സെൻസറിങ് എന്ന് പറഞ്ഞൊരു സാധനം നിയമത്തിലില്ല. എന്നാൽ പണ്ട് മുതലേ സെൻസർ ബോർഡിൻ്റെ കത്രിക എന്നൊക്കെ ഉപയോഗിക്കും. സെൻസർ ബോർഡിൻ്റെ കയ്യിൽ ഒരു കത്രികയുമില്ല. അവർ വിചാരിച്ചാൽ ഒരു സിനിമ കട്ട് ചെയ്യാനും സാധ്യമല്ല. ഇപ്പോൾ ഡിജിറ്റലാണ് സിനിമ. പണ്ട് ഫിലിം ഉള്ളപ്പോൾ പോലും കത്രിക എടുത്തിട്ട് എവിടെയെങ്കിലും കട്ട് ചെയ്താലൊന്നും കട്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സിനിമ ഇവർ സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ CD-യോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ ആണ് സബ്മിറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വഴിക്ക്. കാരണം ഇത് ലീക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ പൈറേറ്റഡ് വെർഷൻ ഇറങ്ങും. അതുകൊണ്ട് വളരെ ഗോപ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് സബ്മിറ്റ് ചെയ്യും, അത് സ്ക്രീൻ ചെയ്യും. ഇപ്പോൾ കേരളത്തിലെ ഒരു സിനിമയാണെങ്കിൽ തിരുവനന്തപുരത്ത് റീജിയണൽ ബോർഡുണ്ട്, അവിടെ സബ്മിറ്റ് ചെയ്യും. മിക്കവാറും തൊട്ടടുത്ത ദിവസം തന്നെ അവർ സിനിമ കാണും. ഈ സെൻസർ ബോർഡിന് കുറേ അംഗങ്ങളുണ്ട്. അതിൽ 4 അംഗങ്ങളായിരിക്കും ഈ സിനിമ കാണുന്നത്. അറ്റ് റാൻഡം 4 പേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഇന്ന സിനിമകൾ കാണണം, വേറെ 4 പേരെ നിങ്ങൾ ഇന്ന സിനിമ കണ്ടോളൂ. ഇവർ ഈ സിനിമ കാണും, അതിനെപ്പറ്റിയുള്ള അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. ഇത് കഴിഞ്ഞിട്ട് ഹിയറിംഗ് ഉണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാവോ സംവിധായകനോ അല്ലെങ്കിൽ പ്രധാന നടനോ അവരുടെ പ്രതിനിധി, ആ പ്രതിനിധി ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അപ്പോൾ ഇവർ പറയും, ഇന്ന സ്ഥലത്ത് ഇന്ന മാതിരി ഒരു പ്രശ്നമുണ്ട്, അത് കാണിക്കാൻ കൊള്ളില്ലല്ലോ, ഒരു സർട്ടിഫിക്കറ്റും തരാൻ നിർവാഹമില്ല ഇതിന്. ഇല്ല മാഡം, അത് ആ ഹോൾ സീനൊന്ന് എടുത്ത് നോക്കൂ, അപ്പോൾ അത് ഫിറ്റാവുന്നില്ലേ? ഇല്ല, അത് മാത്രം ഒന്നിട്ടേ, അത് മാത്രം ഇട്ട് നോക്കി, ആ ശരിയാണ്, വലിയ കുഴപ്പമില്ല, നമ്മൾ അത് മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം സ്ഥാപിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുക്കാം. എല്ലാവരും സെൻസർ ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ വായിലും സെൻസർ ബോർഡെന്നും വരും കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ബോർഡില്ല, പക്ഷേ പറഞ്ഞ് എല്ലാവരും പറയുന്നു, ഞാനും പറയുന്നു, അങ്ങനെ പറഞ്ഞു പോകും. ചിലപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് സെൻസർ ബോർഡെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇവർ സർട്ടിഫിക്കറ്റിന് സബ്മിറ്റ് ചെയ്തു, മറുപടിയൊന്നുമില്ല. അപ്പോൾ ഇവർ വിളിച്ചു ചോദിച്ചു, സാർ ഞങ്ങളുടെ സിനിമ അത് ഇത്രാം തീയതി റിലീസ് വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ ബോംബെക്ക് അയച്ചു. അതെന്തിനും ബോംബെക്ക് അയച്ചു? അല്ല, ഹെഡ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രൊസീജിയറില്ല കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, യു ഹാവ് ടു സർട്ടിഫൈ ഇറ്റ് അറ്റ് ട്രിവാൻഡ്രം.
അതിനാണ് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ബോംബെക്കാർ കണ്ടാൽ മതിയല്ലോ എല്ലാം. ബോംബെയിലൊരു അപ്പലേറ്റ് കമ്മിറ്റിയൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരി. ബട്ട് ഇവിടെയുള്ളവർ തമ്മിൽ അഭിപ്രായ ഐക്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബോംബെക്ക് അയക്കാം, ഹെഡ് ഓഫീസിന് അയക്കാം. ഞങ്ങൾ 4 പേരാണ്, 2 പേര് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നും 2 പേര് കൊടുക്കരുതെന്നും പറഞ്ഞിരിക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ബോംബെക്ക് അയക്കാം. ബട്ട് ഇവരിതൊന്നും പറയാതെ ബോംബെക്ക് അയച്ചു. ഏതായാലും സിനിമാക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും കത്തിടപാട് നടന്നോ എന്നറിഞ്ഞുകൂടാ. ഇത് ബോംബെയിൽ പോയി. അപ്പോൾ തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോൾ അത് ബോംബെക്ക് വിട്ടിരിക്കുക. ഇവർ ബോംബെക്ക് വെച്ച് പിടിച്ചു. ഈ കമ്മിറ്റിയിലെ ആൾക്കാരെ, അവരെ ഇവരെ ചെയർമാനെയൊക്കെ പോയി കണ്ടു. സാർ, ഞങ്ങളുടെ സിനിമ ഡേറ്റ് അടുത്ത് വരുന്നു സാർ, ഞങ്ങൾ പരസ്യം ചെയ്തു, ഇത്രാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു, OTT-കാരുമായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇതെന്താ സാർ ഇത്? അത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. വെർബലി ഒന്നും എഴുതി കൊടുക്കില്ല, വെർബലി പറഞ്ഞു ഈ ജാനകി എന്നുള്ള പേര് മാറ്റണം. അവർ പറഞ്ഞു ജാനകി എന്നുള്ള പേര് മാറ്റിയാൽ വലിയ പ്രശ്നമാണ് സാർ, ജാനകി ഞങ്ങളുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. എണ്ണിയൊക്കെ നോക്കി 96 സ്ഥലത്തോ അത് 960 സ്ഥലത്തോ മറ്റോ ജാനകി എന്നുള്ള പേര് ആ സിനിമയിൽ ജാനകിയാണ് അതിലെ പ്രധാന കഥാപാത്രം. അതിൻ്റെ പേര് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കി. സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, സംഭാഷണത്തിൽ എത്രയോ സ്ഥലത്ത് ജാനകി എന്ന് വിളിക്കുന്നു, ജാനകിയെപ്പറ്റി പറയുന്നു, ജാനകി വരുന്നു, ജാനകി ഇവിടെ വാന്ന് പറയുന്നു, ജാനകി ഇറങ്ങി പോടിയെന്ന് പറയുന്നു. എന്തെല്ലാം സംഭവിക്കും? ഈ ജാനകിയെ മുഴുവൻ മാറ്റാൻ പറ്റുമോ? ഇനി എത്ര പേര് കൂടിയാലാണ് ഒരു സിനിമയിൽ ഉണ്ടാകുന്നത്? എത്ര പേര് ആ സിനിമയിൽ അഭിനയിക്കുന്നു. ഓരോ കഥാപാത്രവും മുഖ്യ കഥാപാത്രത്തെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ശബ്ദത്തിൽ ജാനകി എന്നുള്ളത് മാറ്റിയിട്ട് മറിയാമ്മ എന്ന് പറഞ്ഞിട്ട് ഡബ് ചെയ്യാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണോ? സുരേഷ് ഗോപി അടക്കം ഒരുപാട് നടന്മാർ അഭിനയിക്കുന്നു. സുരേഷ് ഗോപിയോട് സാറേ ഇതിങ്ങനെ മാറ്റാൻ പറഞ്ഞു, അതുകൊണ്ട് സാറ് വന്ന് ജാനകി എന്നുള്ളത് മുഴുവൻ മാറ്റിയിട്ട് ശാന്തമ്മ എന്നാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? മാത്രമല്ല ഇതിന് വീണ്ടും പ്രതിഫലം കൊടുക്കണ്ടേ ഇവർക്കല്ല? ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുന്ന പരിപാടിയാണ്. ഇവർ കാൽക്കൽ വീണ് എൻ്റെ പൊന്ന് സാറ്, ജാനകിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ജാനകി എന്നുള്ള പേരിൽ എത്രയോ സിനിമ ഇറങ്ങിയിരിക്കുന്നു. ജാനകി എൻ്റെ സ്വന്തം ജാനകി കുട്ടിക്ക്, ജാനകി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിരിക്കുന്നു. പേര് മാറ്റാതെ ഈ 96 കട്ടും വരുത്തിയാലല്ലാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന പ്രശ്നമില്ല. എന്നാൽ പിന്നെ അത് എഴുതിത്താ സാർ, അത് കോടതി പോകാനല്ലേ, അങ്ങനെ സൂചിക്കേണ്ട, എഴുതിയൊന്നും തരില്ല. ഒടുവിൽ എന്തായി? ഇവർക്ക് ഒഫീഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മറുപടി പോലും കിട്ടിയിട്ടില്ല എന്ന് പറയണം, അല്ലേ? ഒരു മറുപടിയും കയ്യിലില്ല. ഫോണിൽ പറഞ്ഞതിന് റെക്കോർഡില്ലല്ലോ. മാത്രമല്ല ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ട് കോടതിയിൽ കൊണ്ടുപോയി കാണിച്ച് ഇതൊക്കെ ഒന്നും നടക്കുന്ന കാര്യമല്ല. ഒടുവിൽ ഇവർ കോടതിയിൽ പോയി. ഇവരുടെ ആവശ്യം എന്താ? ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത സിനിമ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന് തെളിവുണ്ട്, ഇതുവരെ ഞങ്ങൾക്കൊരു മറുപടിയും തന്നില്ല, ഞങ്ങളുടെ ഷെഡ്യൂളെല്ലാം തെറ്റുന്നു, ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരും, കോടതി രക്ഷിക്കണം. കോടതി നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ CBFC, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, അവരുടെ വക്കീൽ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. ഇനി എന്ത് സമയമുള്ളൂ? നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമായി. ഒരു ഉത്തരമില്ലാത്തതുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ സർട്ടിഫിക്കറ്റിന് പോലും അല്ല. നിങ്ങൾ ഉത്തരം കൊടുത്തിട്ടാണല്ലോ പിന്നെയാണല്ലോ സർട്ടിഫിക്കേഷൻ. അത് ഞങ്ങൾ നാളെ പറയാം, മറ്റന്നാളെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി നീട്ടിക്കൊണ്ടുപോയി. അതിനിടയ്ക്ക് കോടതിക്ക് ദേഷ്യം വന്നു. എന്ത് നോൺസെൻസാണ്, എന്താ നിങ്ങളുടെ പ്രശ്നം, കാര്യം പറ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ജാനകി എന്നുള്ള പേരാണ് പ്രശ്നം. ശരി, അതിൻ്റെ ന്യായം എന്താണെന്ന് എഴുതി കൊണ്ടുപോവാം, അവർക്കൊരു കോപ്പി കൊടുക്കുക. ഇത് ചെയ്യില്ല, ഇതിന് 4 ദിവസം വേണമെന്ന് പറഞ്ഞു. ശരി, 4 ദിവസം കൊടുത്തു. അപ്പോൾ എഴുതി കൊണ്ടുവന്ന കോപ്പി നേരത്തെ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള മറുപടി തയ്യാറാക്കും. സത്യവാങ്മൂലമാണല്ലോ കോടതിയിൽ കൊടുക്കുന്നത്. സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി മറ്റേ പാർട്ടിക്കും കൊടുക്കണം. അപ്പോൾ അവർ എതിർ സത്യവാങ്മൂലം ഈ പറഞ്ഞതിനകത്ത് അവരുടെ അഭിപ്രായം ഇത് തെറ്റാണ്, മോശമാണ്, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ അഭിപ്രായം, ഇത് രണ്ടും കിട്ടിയാലേ കോടതിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇവരത് ചെയ്യില്ല. കോടതിയിൽ കേസ് വിളിച്ച് കഴിയുമ്പോൾ എവിടെ നിങ്ങളുടെ എഴുതി കൊടുത്തോ? എഴുതി കൊടുത്തില്ല, പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ട് മറ്റേ പാർട്ടി വായിക്കേണ്ടത് അല്ല, അവർ വായിച്ചോട്ടെ,
അപ്പോൾ അതിന് പിന്നെ സമയം കൊടുക്കണ്ടേ? അല്ല, കൊടുത്തോ. അപ്പോൾ കോടതിക്ക് പോലും മനസ്സിലായി ഇവരിത് നിരക്കുകയാണ്, ഹരാസ് ചെയ്യുകയാണ് ഈ പാർട്ടിയെ. അപ്പോൾ തന്നെ കോടതിയുടെ മൈൻഡ് അങ്ങ് മാറി. ഇതിനകത്ത് ഒരു ഫൗൾ പ്ലേ, ഐ എം സ്മെല്ലിങ് എ ഫൗൾ പ്ലേ. ഇങ്ങനെ കോടതി പറഞ്ഞില്ല, ബട്ട് ആ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താ പ്രശ്നം, ജാനകിക്ക് എന്താ പ്രശ്നം, അത് എന്നോട് പറ. ജാനകി ഇങ്ങനെ സീതയുടെ പേരാണ്, അത് രാമായണത്തിലെ സീതയല്ലേ, ഇതങ്ങനെയല്ലല്ലോ. ഇത് ആകെ തുടക്കം മാത്രമേ എല്ലാവരും പറഞ്ഞോളൂ, ബാക്കി ആ കഥ എങ്ങനെ പോകുന്നു എനിക്കറിഞ്ഞുകൂടാ. ഒരു റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പേരാണ് ജാനകി. ബാക്കി അതിലെന്ത് സംഭവിക്കുന്നോ അത് സിനിമ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കോടതിയും അതും ഇതുമൊക്കെ അതുകൊണ്ട് അതിനകത്ത്, അതുകൊണ്ടാണല്ലോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് തന്നെ കോടതിയിലേക്ക് പോയി ഈ റേപ്പ് കേസ് എന്നാണ്. കോടതിയിൽ എന്ത് സംഭവിച്ചോ അത് സിനിമയ്ക്കുള്ളിലുണ്ടാവും. അപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി കോടതിയിൽ നടത്തിയ നിയമയുദ്ധം, അതിൻ്റെ അന്ത്യം എന്തായിരുന്നോ നമുക്കറിയില്ല. ഈ സാധനത്തിന് രാമായണവുമായിട്ട് എന്താ ബന്ധം? ഈ കണക്കിന് ജാനകി ഉപയോഗിക്കാൻ പറ്റില്ല, പുരാണ ഇതിഹാസ കഥാപാത്രമാണ്. പാർവതി പറ്റുമോ? ഇല്ല. ഗൗരി പറ്റുമോ? ഇല്ല. ലക്ഷ്മി പറ്റുമോ? ഇല്ല. മേരി പറ്റുമോ? ഇല്ല. മേരി മാതാവ് പറ്റില്ല. ഖദീജ പറ്റുമോ? ഇല്ല. കാരണം ഖദീജ മുഹമ്മദിൻ്റെ ഭാര്യയായിരുന്നു. ഈ നാട്ടിലൊരു പേരിടാൻ പറ്റില്ല എന്ന്. എ എന്നോ ബി എന്നോ സി എന്നോ ഒക്കെ പേരിടണം. എ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എ ഇന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നു, യു എന്നിട്ടാൽ അത് ഇന്ന അർത്ഥത്തെ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാം. ഇതെന്താപ്പോൾ ഇത് വെള്ളരിക്കപ്പെട്ടണോ? ഇങ്ങനെ ഹരാസ് ചെയ്യുക എന്നുള്ളത് CBFCയുടെ ഒരു പതിവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ രാമസിംഹൻ എന്ന അലി അക്ബറിൻ്റെ പുഴ മുതൽ പുഴ വരെയുള്ള സിനിമ. ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ചോര വരുത്തിച്ചു ഈ CBFC. ചോര വന്നു കണ്ണിൽ നിന്ന്. ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. രാമസിംഹൻ പറഞ്ഞു, ഞാനിനി തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളുടെ ആഫീസിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്തില്ല. റീജിയണൽ സെൻസർ ഓഫീസർ ശ്രീമതി പാർവതിയെ അവിടെ നിന്ന് സ്ഥലം മാറ്റി കേന്ദ്ര സർക്കാർ. അത് കഴിഞ്ഞ് വന്ന ഓഫീസറാണ് രാമസിംഹന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, സിനിമ പുഴ മുതൽ പുഴ വരെ. കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കൊടുത്തില്ല. പാർവതി പെണ്ണാണെങ്കിൽ കൊടുക്കില്ലടാന്ന് പറഞ്ഞു. പാർവതി ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് കേട്ടോ, കേന്ദ്ര സർക്കാരിൻ്റെ വേറൊരു ലാവണത്തിൽ. കേന്ദ്ര സർക്കാർ തന്നെ അവരെ ട്രാൻസ്ഫർ ചെയ്തു. അവർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി, എനിക്ക് മക്കളുണ്ട്, ഞാൻ സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ തരാൻ പറ്റില്ല. കോടതി പറഞ്ഞു അതൊന്നും പരിഗണിക്കാൻ പറ്റില്ല, സർക്കാർ ചട്ടം എല്ലാവരും പാലിച്ചേ പറ്റുള്ളൂ. പിന്നെ സർക്കാരിന് ദയ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കാവാം. സർക്കാരിന് ദയ തോന്നി. സർക്കാർ പാർവതിയെ തിരുവനന്തപുരത്ത് തന്നെ പോസ്റ്റ് ചെയ്തു. ഇന്നും പാർവതി തിരുവനന്തപുരത്തുണ്ട്. കളിക്കാനറിയണം ഒരു അഡ്മിനിസ്ട്രേഷനിൽ. ഈ ദ്രോഹമെല്ലാം ചെയ്തിട്ടും ഒരു പ്രശ്നവുമില്ലാതെ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, അതോ ഈ ആഴ്ചയോ, ഈ മേൽപ്പറഞ്ഞ പാർവതി നമ്മുടെ വി മുരളീധരനുമായിട്ട് ഒരു യോഗത്തിൽ മുഖ്യാതിഥിയോ മുഖ്യപ്രഭാഷണം, രാഷ്ട്രീയത്തിൽ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇന്നലെ നടന്നതോ ഇന്നലെ ചെയ്തതോ പിടിച്ചോ ഒന്നും പ്രശ്നമൊന്നുമല്ല. കാരണം ഇതെല്ലാം ചേർന്ന് ഒരു കറക്ക് കമ്പനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CBFCയുടെ ചെയർമാൻ പ്രസൂൻ ജോഷി നല്ല ഒന്നാം തരം, ബോളിവുഡിലെ ഒന്നാം തരം അർബൻ നക്സലായിരുന്നു. ഒന്നാം തരം അർബൻ നക്സൽ പ്രസൂൻ ജോഷി. കാറ്റ് മാറി വീശിക്കഴിഞ്ഞപ്പോൾ പ്രസൂൻ ജോഷിക്ക് നല്ല കഴിവുണ്ട്. പ്രസൂൻ ജോഷി എന്തോ പാട്ട് എഴുതുകയോ സംഗീതം കൊടുക്കുകയോ മറ്റോ ചെയ്തു. മോദി അച്ഛാ ഹേ, അച്ഛാ മോദി ഹേ, അച്ഛാ അച്ഛാ മോദി ഹേ, മോദി അച്ഛാ ഹേ, ഒരു പാട്ട് കൊള്ളാം. ഇത് ചുരുക്കി പറഞ്ഞ് ഹെഡ്ഗേവാറിനെ RSS എന്താണെന്ന് പഠിപ്പിക്കുന്ന ലെവലിലേക്ക് പ്രസൂൻ ജോഷി ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഹെഡ്ഗേവാർ ആകെ ചെയ്ത കുറ്റം പ്രസൂൻ ജോഷിയേക്കാൾ നേരത്തെ ജനിച്ചു, നേരത്തെ മരിച്ചുപോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേശവ് ബൽറാം ഹെഡ്ഗേവാറിനെ RSS എന്താണെന്ന് പ്രസൂൻ ജോഷി പഠിപ്പിച്ചേൻ. അത്രയ്ക്കും മിടുക്കനാണ് പ്രസൂൻ ജോഷി. പ്രിയപ്പെട്ടവനാണ്, കേന്ദ്ര സർക്കാരിന് വളരെ പ്രിയപ്പെട്ടവനാണ്. ഈ അന്തകവിത്ത് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ടെർമിനേറ്റർ സീഡ്സ്, ഇതാണ് പ്രസൂൻ ജോഷി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിലിരിക്കുന്ന സകലവരും എന്നെ ചീത്ത പറയും.
കാരണം ഇത് പറഞ്ഞവരുണ്ട് കേന്ദ്ര സർക്കാരിൽ, അവരുടെ അനുഭവം എനിക്കറിയാം. എനിക്ക് കേന്ദ്ര സർക്കാരിൽ അപ്രോച്ചൊന്നുമില്ല, ഞാനതുകൊണ്ട് അവരോട് പറയുന്ന പ്രശ്നവുമില്ല. പക്ഷേ പറഞ്ഞവർക്കുണ്ടായ അനുഭവം എനിക്കറിയാം. പറഞ്ഞവൻ ചീത്തയാവും, ആ രീതിയിലാണ് ഇവരുടെ ഗ്രിപ്പ്. അടൽജി ഭരിച്ചിരുന്ന കാലത്ത് അടൽജിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ബ്രജേഷ് മിശ്ര. ബ്രജേഷ് മിശ്രയുടെ തടവിലായിരുന്നു അടൽജി. അത്രയ്ക്ക് സാമർഥ്യമാണ് ബ്രജേഷ് മിശ്രയ്ക്ക്. അശോക് സിംഗാൾ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന മഹാനായ മനുഷ്യൻ. രാമജന്മഭൂമി പ്രസ്ഥാനം അതൊരു സമരം, അതൊരു കൊടുങ്കാറ്റ് പോലെ ആക്കി കൊണ്ടുവരാൻ എത്ര ത്യാഗം സഹിച്ച മനുഷ്യൻ, അസാമാന്യ സംഘാടകൻ. അടൽജി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം അശോക് സിംഗാൾ അടൽജിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് പറഞ്ഞാണല്ലോ അപ്പോയിൻമെൻറ്റ് വാങ്ങുന്നത്. അടൽജിയും അശോക് സിംഗാളും തമ്മിൽ വർഷങ്ങളുടെ അടുപ്പമുണ്ട്. പക്ഷേ നേരിട്ട് പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഫോൺ ചെയ്യാനൊന്നും പറ്റില്ല. ശരി, ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു. 2 മണിക്ക് അശോക് സിംഗാൾ അവിടെ ചെല്ലുന്നു. 4 മണി വരെ വെയിറ്റ് ചെയ്യിക്കുന്നു ബ്രജേഷ് മിശ്ര. 4 മണി വരെ, അതായത് 2 മണിക്കൂർ. ആ പ്രായത്തിൽ അദ്ദേഹം അവിടെ അങ്ങനെ കസേരയിലിരുന്നു, നരകിച്ചു. ഒടുവിൽ പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഇറ്റ്സ് അപ് ടു യു, പോകുന്നെങ്കിൽ ഇറങ്ങി പോടാന്ന്. അശോക് സിംഗാൾ ഇറങ്ങി വന്നു. ദാറ്റ് വാസ് എ ടേണിംഗ് പോയിൻ്റ്. അത്രയും വർഷത്തെ സൗഹൃദത്തിൽ വിള്ളൽ വീണു. ഇത് അടൽജി അറിയുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അശോക് സിംഗാൾ അത് അന്വേഷിക്കാനും പോയില്ല. ഇതാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ഞാൻ സാധാരണ മനുഷ്യനാണ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്ന് വർക്കിംഗ് പ്രസിഡൻറ്റോ അതോ ഇൻ്റർനാഷണൽ സെക്രട്ടറിയോ സംതിങ്, വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. പക്ഷേ എന്ത് ചെയ്യാന്, ഗവൺമെൻറ്റിൻ്റെ നോട്ടത്തിൽ ഒരു സാധാരണ പൗരനാണ്. ആരുടെ അപ്പോട ഇങ്ങനെ ആ ബന്ധം തകർന്നുപോയി. ബട്ട് മരണം വരെ അടൽജി ബ്രജേഷ് മിശ്രയെ വിട്ടില്ല. ബ്രജേഷ് മിശ്ര അടൽജിയെ വിട്ടതല്ലാതെ അടൽജി ബ്രജേഷ് മിശ്രയെ വിട്ടില്ല. അതുപോലെയായിരുന്നു അഡ്വാനിജി. അഡ്വാനിജിയുടെ കൂടെയും ഒരു അന്തകവിത്ത് വന്നു, സുധീന്ദ്ര കുൽക്കർണി. അസാമാന്യനായ മതേതരക്കാരനായിരുന്നു സുധീന്ദ്ര കുൽക്കർണി. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓവർനൈറ്റ് സുധീന്ദ്ര കുൽക്കർണി മാറി. എങ്ങനെയാണെന്നറിയാം, മിന്നൽ പോലെ പടികൾ ചവിട്ടിക്കയറി അഡ്വാനിജിയുടെ വിശ്വസ്തനായി. അഡ്വാനിജി സുധീന്ദ്ര കുൽക്കർണിയുടെ തടവിലായി. സുധീന്ദ്ര കുൽക്കർണി വേണ്ടാതീനം മുഴുവൻ അഡ്വാനിജിയെ കൊണ്ട് പറയിപ്പിച്ചു, വേണ്ടാത്ത നിലപാടുകൾ എടുത്തു. രണ്ടാമത് അടൽജിയുടെ സർക്കാർ അധികാരത്തിൽ വന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 2004 തെരഞ്ഞെടുപ്പിൽ നിലംപരിശായിപ്പോയി. 10 വർഷം പിന്നെ കോൺഗ്രസ് ഭരിച്ചു, താങ്ക്സ് ടു ബ്രജേഷ് മിശ്ര ആൻഡ് സുധീന്ദ്ര കുൽക്കർണി. എന്നേക്കാൾ വളരെ വയസ്സ് ചെയ്യുന്ന ഒരാളിനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെ ഇവർക്ക് ഇത് സാധിക്കുന്നു, എന്താണ് ഈ സാമർഥ്യം, ഇത്രയും വർഷം അടുപ്പമുള്ള ആളുകളെ തെറ്റിക്കാൻ? അശോക് സിംഗാളിന് അടൽജി അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റില്ല. എന്നെപ്പോലെയുള്ള സ്വയം സേവർക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. അത് എങ്ങനെ ഇവർക്കിത് സാധിക്കുന്നു? അദ്ദേഹം എന്നോട് പറഞ്ഞു, മോഹൻദാസെ ശാന്തമായിട്ട് ആലോചിക്കുക. രാമായണത്തിൽ രാമനോട് കൈകേയിക്കായിരുന്നു ഏറ്റവും വാത്സല്യം. പെറ്റ തള്ളയായ കൗസല്യയേക്കാൾ എത്രയോ പരിഗണന കൈകേയി രാമന് കൊടുത്തിരുന്നു. രാമനും ഇഷ്ടം കൈകേയിയായിരുന്നു. ചിറ്റമ്മ മതി, അമ്മ രണ്ടാമത്, ഇതായിരുന്നു രാമൻ. ആ രാമനെ ആ കൈകേയി കൊണ്ട് തള്ളിപ്പറയിക്കാൻ മന്ധരയ്ക്ക് കഴിഞ്ഞു എന്നൊരു പാഠം രാമായണത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളണം. ഏഷണിക്കാർക്ക് അതിനുള്ള കഴിവുണ്ട്. അവർ സമർത്ഥമായിട്ട് പടികൾ ചവിട്ടിക്കയറും. ആത്മാർത്ഥതയുള്ളവരെ ചുമ്മാ എടുത്ത് പുറത്ത് കളയിക്കാനും മാത്രമുള്ള സാമർഥ്യം അവർക്കുണ്ട്. അത്രയധികം വിഷം മനസ്സിൽ കയറ്റാനുള്ള സാമർഥ്യം അവർക്കുണ്ട്. ഞാനിത് ഐ വാസ് ക്ലോസ്ലി വാച്ചിങ്. നമ്മളുടെ അശ്വിനി വൈഷ്ണവാണ് INB മിനിസ്റ്റർ. INB മാത്രമല്ല, കഴിവുള്ള മറ്റാരും ഇല്ലാത്തതുകൊണ്ടാകാം ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്ററും അദ്ദേഹം തന്നെയാണ്. റെയിൽവേ മിനിസ്റ്ററും അദ്ദേഹം തന്നെയാണ്. റെയിൽവേയിലെ ആളുകളുടെ ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, പ്രൊമോഷൻ, ഈ 3 കാര്യത്തിൻ്റെ ഫയലുകൾ നോക്കി തീരണമെങ്കിൽ 1000 വർഷം എടുക്കും.
അതുകൂടാതെയാണ് INB വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി, ഇതൊന്നും ബാക്കി ആൾക്കാർക്ക് അറിയില്ല. ആകെ ഇതറിയാവുന്നത് അശ്വിനി വൈഷ്ണവേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ എഫിഷ്യൻ്റ് മനുഷ്യനാണ്. ബട്ട് ഈ തിരക്കുകൾ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലെ INB ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, പ്ലേസിങ്, പോസ്റ്റിംഗ് ഇതുവരെ ഇതിൻ്റെ തീരുമാനം എടുക്കണം. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ സാർ എനിക്ക് പ്രൊമോഷൻ തന്നില്ല, മറ്റവന് കൊടുത്തു എന്നൊക്കെ പരാതികൾ ഇങ്ങനെ കൂമ്പാരമായിട്ടുണ്ട്. ഈ സ്റ്റാഫിൻ്റെ പരാതികൾ തീർത്ത് ഈ മന്ത്രിമാരുടെ ആയുസ് അങ്ങ് തീരുകയാണ്. കേന്ദ്രമന്ത്രിമാരുടെ അതെ, സംസ്ഥാന മന്ത്രിമാരുടെ അതെ. നിങ്ങളുടെയൊക്കെ എന്താ വിചാരം? ഈ ആർ ബിന്ദു, ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവർ നോക്കുന്ന ഫയലുകൾ നോക്കുന്നു രാത്രി മുഴുവൻ. എന്താ സർവീസ് ചട്ടങ്ങൾ? ഇത് എനിക്ക് ട്രാൻസ്ഫർ തന്നില്ല, എനിക്കൊരു ഗ്രേഡ് കിട്ടണമായിരുന്നു, ഒരു ഇൻക്രിമെൻ്റ് എൻ്റെ തടഞ്ഞു വെച്ചു, തേങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞുള്ള പരാതികളാണ് ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിദ്യാഭ്യാസം നന്നാക്കാനൊന്നും ഇവർക്ക് നേരെയില്ല, നേരം കൊടുക്കുകയുമില്ല. ബ്യൂറോക്രസി ഇങ്ങനെ പരാതികൾ കൊണ്ടുപോയിട്ട് സാറേ ഇത് ഉടനെ തീർത്തില്ലെങ്കിലേ അത് പിന്നെ അത് സമരത്തിലൊക്കെ ആവും. അങ്ങനെ അതെ, അത് സാർ ഇന്ന് തന്നെ നോക്കി ഒന്ന് തന്നാൽ നമുക്ക് ആ എക്സ്പ്ലോഷൻ ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കും. ഇത് തീരുമാനം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് രാത്രി 2 മണിയായി. പിന്നെ മന്ത്രിയും മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ഉറങ്ങണ്ടേ? ഇങ്ങനെ പോവുകയാണ് ഇവരുടെ ജീവിതം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ മലമറിക്കുന്ന പണിയൊന്നുമല്ല ചെയ്യുന്നത്. ഞാനിതൊക്കെ അടുത്ത് നിന്ന് കണ്ടവനാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മളുടെ മേനക സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷ് കുമാർ, അദ്ദേഹം TV-യിൽ പറഞ്ഞു, ഞങ്ങൾ INB മിനിസ്റ്ററെ കണ്ടു, ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്, ഒരു കോംപ്രഹെൻസീവ് നിവേദനം കൊടുത്തിട്ടുണ്ട്, നേരിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ ജാനകിക്ക് തടസ്സം നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞാൻ കണ്ണു തള്ളിയിരുന്നു പോയി. പാവം സുരേഷ് കുമാർ. ഈ അശ്വിനി വൈഷ്ണവ് ഈ നിവേദനം വായിച്ച് നോക്കാൻ പോലും പോകുന്നില്ല. ഇവരോട് ഐ ലുക്ക് ഇൻ ടു ദാറ്റ് ഡെഫിനറ്റ്ലി, യെസ് ഈസ് ഇറ്റ് സോ ഡെഫിനറ്റ്ലി എന്നൊക്കെ പറയും. സുരേഷ് കുമാർ സന്തോഷത്തോടെ നമ്മൾ പറഞ്ഞപ്പോഴാണ് മന്ത്രിക്ക് കാര്യം മനസ്സിലായത്, പുള്ളി അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിച്ച് ഇറങ്ങും. ഇറങ്ങിക്കഴിയുമ്പോൾ അശ്വിനി വൈഷ്ണവിൻ്റെ ഭാവം മാറും. എടോ ആ സെക്രട്ടറിയെ വിളിക്ക്. സെക്രട്ടറി വിളിച്ചു, തിവാരി देखो यार मलयालम में कुछ तो हो गया, देखो ना, अच्छा ठीक है वो रेलवे का उसका क्या हो गया. ഇതാണ് കഴിഞ്ഞു നിങ്ങൾ കൊടുത്ത നിവേദനത്തിൻ്റെ കഥ. അതൊരു സെക്രട്ടറിയുടെ കയ്യിൽ, അത് ചൗധരിയാകാം, മാളവിയയാകാം, വേറെ എന്തെങ്കിലും ആകാം, ഒരുതിൻ്റെ കയ്യിലേക്ക് പോകും. അവൻ 110 നിവേദനങ്ങൾ അവിടെ ഇരിക്കുന്നു, ഓരോ സിനിമാക്കാരുടെ. അയാൾക്കിത് നോക്കാൻ നേരമുണ്ടോ? മാത്രമല്ല ഈ IASകാർ ഈ സർവജ്ഞരാണെന്നുള്ളത് അത് ശരിയല്ല എന്ന് എത്രയോ വർഷമായി നമുക്കെല്ലാം അറിയാം. ഓരോരുത്തർക്കും ഓരോ കോർ കോമ്പിറ്റൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാറില്ല, KSEB ചെയർമാനെ തൊട്ടടുത്ത ദിവസം കൃഷി വകുപ്പ് സെക്രട്ടറി ആക്കും. അവിടെ പോയി ആ കസേരയിൽ ഇരിക്കുന്ന മുമ്പ് പുള്ളി വ്യവസായ വകുപ്പ് സെക്രട്ടറി ആക്കും. ഇവർക്കിതെല്ലാം അറിയാമോ? കൃഷി, വ്യവസായം, ധനകാര്യം, റവന്യൂ, എന്ത് കിട്ടിയാലും അതിൻ്റെ എക്സ്പെർട്ടാണ് IASകാർ. സന്തോഷം, ഇങ്ങനെ ഇത്രയൊക്കെ എക്സ്പെർട്ട് ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് വാങ്ങിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ ഈ INB സെക്രട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേർക്ക് പട്ടിക്ക് പൊതിയ തേങ്ങ കിട്ടിയ പോലെ അങ്ങനെ അതുകൊണ്ട് നടക്കും. തീരുമാനങ്ങളെല്ലാം പ്രസൂൻ ജോഷി എടുക്കും. പ്രസൂൻ ജോഷിയെ ഫോഴ്സ് ചെയ്യും പുറത്തുനിന്ന്. RSSകാരെ അവരൊക്കെ പറയും, എന്താ ഇപ്പം നിങ്ങൾ ഈ കാണിക്കുന്നത്, ജാനകി എന്നൊരു പേര് വന്നുകൊണ്ട് എന്താ കുഴപ്പം, അതിൻ്റെ രാമായണത്തിലെ സീതയുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ പറയും. പുള്ളി അവരെയും പറഞ്ഞ് മനസ്സിലാക്കും, അങ്ങനെയല്ല, നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയുക. ജാനകിയും രാമായണം തമ്മിൽ ബന്ധമില്ലയെന്ന് എനിക്കറിയാം, പക്ഷേ ബന്ധമുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല ഇവിടെ ബഹളം ഉണ്ടാകുന്നത്. ഹനുമാൻ സേന ഇറങ്ങും, വിശ്വ ഹിന്ദു പരിഷത്ത് ഇറങ്ങും, നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ആൻ എംബറാസ്മെൻറ്റ് ഓൺ ദ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടും. ഇവർ പറയുന്നു എംബറാസ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇന്ന സിനിമകൾക്കൊക്കെ ഉണ്ടായില്ലേ, അതിലെന്തുണ്ടായിട്ടാണ് ബഹളം നടന്നത്, ഞാനിതിന് സമാധാനം പറയണ്ടേ, എന്നൊക്കെ പറഞ്ഞു അവർ തിരിച്ചങ്ങോട്ട് കൺവിൻസ് ചെയ്യും. അവരും നിരാശരാകും. പ്രസൂൻ ജോഷി കൊടുക്കുകയില്ല. ഇതിനിടയ്ക്ക് കാശ് വാങ്ങേണ്ടവർ കാശ് വാങ്ങും. ഇത് നിങ്ങളെന്താ പലതും ധരിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ അഴിമതിയുടെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തു, ഡിം, മുകളിൽ മുതൽ താഴെ വരെ അഴിമതി അങ്ങ് ഇല്ലാതെയായി. അങ്ങനെയൊന്നുമല്ല. കാശ് വാങ്ങുന്നവരിപ്പോഴും കാശ് വാങ്ങുന്നുണ്ട്. അവരെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന നരേന്ദ്രമോദിയല്ല, ദേവേന്ദ്രമോദി വന്നാൽ എങ്ങനെ കാശ് മേടിക്കണം എന്ന് അവർക്കറിയാം.
ഇത്തരം ചരക്കുകളും സെൻസർ ഈ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിലുള്ളതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ദൈവം സഹായിച്ചൊരു സിനിമ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് യുവന്മാരുടെ കാല് പിടിക്കേണ്ട ഗതികേടും എനിക്ക് വന്നിട്ടില്ല. ബട്ട് ഇവർക്കൊന്നും ഒരു വിവരവുമില്ല എന്ന് ആധികാരികമായിട്ട് പലതവണ ഇവർ തെളിയിച്ചിട്ടുണ്ട്. കോടതി പോലും പറഞ്ഞു, പട്ടാളം ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ലോ ഇവിടെ, അപ്പോഴൊന്നും ഇല്ലാത്ത സൂക്കേട് ഇപ്പോഴെന്താ ഈ ജാനകിക്ക് എന്താ? അപ്പോൾ ഇവർ വീണ്ടും കുറച്ചു. അടുത്ത ദിവസം വന്നിട്ട് 96 കട്ടും 960 കട്ടും ഒന്നും വേണ്ട, ജാനകി എന്നുള്ള പേര് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആൻ ഈഗോ പ്രോബ്ലം. ദേ വാണ്ട് ടു ഹരാസ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ടീം ഓഫ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത്രയേ ഉള്ളൂ അവർക്ക്. ഇവനെ അങ്ങനെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. ഇവൻ ഹൈക്കോടതി പോയി അല്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതിലും വലിയ രാമസിംഹൻ ഹൈക്കോടതി പോയിട്ട് അവസാനം ഞങ്ങളുടെ കാൽക്കൽ വന്ന് സത്യാഗ്രഹം ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെയും അതിനകത്ത് പിന്നെയും കട്ട് വരുത്തി 12 കട്ടോ 24 കട്ടോ മറ്റോ വരുത്തിയിട്ടാണ് അവർ രാമസിംഹന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതിലും വലുതൊന്നും അല്ലല്ലോ ജാനകി. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് കോടതിയിൽ വന്നിട്ട് വാക്കാൽ പറഞ്ഞു, ഞങ്ങൾക്ക് ജാനകി മാത്രം മാറ്റിയാൽ മതി, അകത്തെ കണ്ടൻ്റൊക്കെ അതുപോലെ ഇരുന്നോട്ടെ. ഈ സിനിമയുടെ 1 മണിക്കൂർ 8 മിനിറ്റ് 24 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് ജാനകി എന്നുണ്ട്, ആ ജാനകി മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. എൻ്റെ അമ്മോ, എന്തൊരു ബുദ്ധിയാണെന്ന് നോക്കണേ. ഒരു സിനിമ എങ്ങനെ ലേറ്റാക്കാം എന്നുള്ളത്. ഒടുവിൽ സിനിമാക്കാരെ കീഴടങ്ങാതിരിക്കാൻ പറ്റുമോ? അവർക്ക് അവരുടെ ഡേറ്റ് പ്രധാനമല്ലെന്ന് അവർ കോൺട്രാക്റ്റ് ഒപ്പിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ ചിലവല്ലേ ഇത്. അവരെന്ത് ചെയ്യും? അവർ ഗതികെട്ട് മുട്ടുമടക്കി, ശരി സാർ, ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കാൻ പറ്റും. ഇനി അതെങ്ങനെ വരും എന്നറിയില്ല. കോടതി ഒരു ബുദ്ധി ഏതായാലും ചെയ്തു. കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റ് കൊടുത്തില്ല. കോടതി പറഞ്ഞു, ഞാനൊരു ഇൻറ്ററിം ജഡ്ജ്മെൻറ്റ് തരാം, അത് കഴിഞ്ഞിട്ട് 3 ദിവസത്തിനകം ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഫൈനൽ ജഡ്ജ്മെൻറ്റ് എഴുതാം. അങ്ങനെ കോടതിയും പറഞ്ഞു. അല്ലെങ്കിൽ കോടതി ശരി, ഇവരിപ്പോൾ ഒരു ഒത്തുതീർപ്പിലെത്തിയ സ്ഥിതിക്ക് ഐ ആം ഡിസ്പോസിങ് ദ പെറ്റീഷൻ എന്ന് പറഞ്ഞ് ഫൈനലാക്കി എഴുതിയും കൊടുത്തു എന്ന് വെച്ചോ, ഈ CBFC അടുത്ത ഡിമാൻഡ് വയ്ക്കും. ജാനകി എന്നുള്ളത് ചെറിയ അക്ഷരത്തിൽ എഴുതണം, വി വലിയ അക്ഷരം, വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് വായിക്കുക എല്ലാവരും. ആ രീതിയിലാക്കണമെന്ന് പറയും. കുടുങ്ങിയില്ലേ? ജാനകിയുടെ വലിപ്പം കുറയ്ക്ക്, വിയുടെ വലിപ്പം കൂട്ട്. ഇങ്ങനെയൊക്കെ ഹരാസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ജഡ്ജിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫൈനൽ ഓർഡറല്ല, ഇൻറ്ററിം ഓർഡറാണ്. അപ്പോൾ സെൻസർ ബോർഡ് കുടുങ്ങി. ഇതൊക്കെയാണെങ്കിലും ഈ പ്രസൂൻ ജോഷിയെ ഉപേക്ഷിക്കാൻ IB മിനിസ്ട്രി തയ്യാറല്ല. ഒരുപക്ഷെ മോദിയോ അമിത്ഷായോ ആരെങ്കിലും പറഞ്ഞ് എന്തുമായിക്കോട്ടെ, all these people have been managed by this മന്ഥര called പ്രസൂൻ ജോഷി. അപ്പോൾ രാമായണം കഥ എനിക്ക് അത് ഓർമ്മിപ്പിച്ച് തന്ന ആൾ മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പ്രസൂൻ ജോഷി എന്നുള്ള മന്ഥര, ഹൗ ബ്യൂട്ടിഫുള്ളി മന്ഥര ഈസ് മാനേജിങ് ദ മിനിസ്ട്രി. ദേ കുഡ് നോട്ട് ഡു എ ഡാം. IB മിനിസ്ട്രിയുടെ വേറൊരു ഒരു തമാശ ഞാൻ നിങ്ങളോട് പറയാം. ഈ മീഡിയ വണ്ണിൻ്റെ നിരോധനം എനിക്ക് ഹൈക്കോടതിയിൽ ചെറ അടുപ്പക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ മീഡിയ വൺ നിരോധനം അതിൻ്റെ ആദ്യത്തെ ദിവസം ഇൻറ്ററിം സ്റ്റേ വേണം അവരുടെ ആവശ്യം. മെറിറ്റ് പിന്നെ നോക്കാം. തൽക്കാലം ഈ ബാൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ടൊരു ഓർഡർ ഇടുക. മെറിറ്റിൽ പോയിട്ട് ബാൻ ചെയ്യണമെന്നാണ് കോടതിയുടെ തീരുമാനമെങ്കിൽ അപ്പോൾ ബാൻ ചെയ്താൽ മതി. ഇപ്പോൾ അത് അടിയന്തരമായിട്ട് ഞങ്ങളെ ബാൻ ചെയ്തിരിക്കുന്നത് എന്താ? അതൊരു ചോദ്യമാണല്ലോ അവരുടെ. അപ്പോൾ മിക്കവാറും അവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. കോടതി ഐ വിൽ പാസ് ആൻ ഓർഡർ മോസ്റ്റ്ലി ടുഡേ ഓർ ടുമോറോ എന്ന് പറഞ്ഞു. കോടതി പിരിഞ്ഞു, സന്ധ്യയായി. IB മിനിസ്ട്രിയിൽ നിന്ന് നിരന്തരം ഹൈക്കോടതി വക്കീലന്മാർക്ക് ഫോൺ വരുന്നു. സ്റ്റേ കിട്ടിയോ, സ്റ്റേ എഴുതിയോ, ചേംബറിൽ പോയി ജഡ്ജിയോടൊന്ന് ചോദിക്ക്. ഷേടാ, ഇതെന്തൊരു പാട്. സ്റ്റേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും IB മിനിസ്ട്രിക്ക് എന്താ ഇത്ര താല്പര്യം മീഡിയ വണ്ണിനോട്? താല്പര്യം അവർ വ്യക്തമായിട്ട് പറഞ്ഞു. 5 മണിക്ക് മുമ്പ് ഈ ബാൻ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മീഡിയ വണ്ണിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് ഉത്തരവിട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകാം. മണി ഇപ്പം 4:45 മോനെ, ആ ജഡ്ജിയോട് ചോദിക്ക്
ഈ ബാൻ ലിഫ്റ്റ് ചെയ്യണോ വേണ്ടെന്നൊന്ന് ചോദിക്കുക, വെർബലി പറഞ്ഞാൽ മതി. ഇവിടുത്തെ വക്കീലന്മാർ അങ്ങനെ വെർബലി പറയാനൊന്നും പറ്റില്ല. ജഡ്ജിയോട് ചേംബറിൽ കയറുന്നിട്ട് തീർന്നില്ല ഇവിടെ എൻ്റെ ജഡ്ജ്മെൻറ്റ് എന്ന് ചോദിക്കാനും പറ്റില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും ചോദിച്ച് പറയപ്പം മനുഷ്യന് വീട്ടിൽ പോകണ്ടേന്ന്. അവനൊരു 10 മിനിറ്റ് ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അത് മീഡിയ വൺ ബാൻ ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ എന്താ? ഏഷ്യാനെറ്റ് ബാൻ ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ എന്താ? അവൻ 5 മണിക്ക് വീട്ടിൽ പോകണം, അവൻ്റെ ശമ്പളം ഇൻക്രിമെൻറ്റ് കൃത്യമായിട്ട് കിട്ടണം. ഇവനെയൊക്കെ വെച്ച് വാഴിക്കുന്ന മന്ത്രിമാരെ എന്താ പറയേണ്ടത്? അവർക്ക് തിരക്ക് കൊണ്ട് ഇതൊന്നും നോക്കാൻ അവർക്ക് നേരമില്ല. ബ്യൂറോക്രസി അവരുടെ കാര്യങ്ങൾ കാണുന്നു, പൊട്ടിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഈ പ്രസൂൻ ജോഷി ഈ സർക്കാരിനെയും കൊണ്ടേ താഴെയിരിക്കുകയുള്ളൂ. കാരണം പുറത്തുനിന്ന് മോദി സർക്കാരിനെ ആക്രമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അകത്തുനിന്ന് തുരന്ന് ഇല്ലാതെയാക്കണം. ഈ കളിയിൽ ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഹിന്ദുത്വ ശക്തികൾ ഡിഫെൻസീവിലാണ് ഇല്ലേ? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന നിർദോഷിയായ ഒരു സിനിമയെ രാമായണത്തിലെ സീതയുമായിട്ട് തുലനം ചെയ്ത് അത് കട്ട് ചെയ്യണം ആവശ്യപ്പെടുന്ന പൊട്ടന്മാരാണ് മോദി സർക്കാർ. ഈ ആരോപണത്തിന് മുമ്പിൽ BJP അടിപതറിപ്പോകും ഇല്ലേ? അത് അടിപതറിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൂൻ ജോഷി ഇത് ചെയ്യുന്നത്. അതേസമയം ഇസ്ലാമിൻ്റെ കളി വേറെയാണ്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പ്രസൂൻ ജോഷി ചെയ്യുന്നത് ഈ സാധനത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുക്കും. ഇപ്പോൾ ഉദയ്പൂർ ഫയൽസ് എന്നുള്ള സിനിമ, അതിൻ്റെ ട്രെയിലർ ഇറങ്ങി, ആരും അറിഞ്ഞൊന്നുമില്ല. ബട്ട് പ്രസൂൻ ജോഷി ടീം ഇത് ലീക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഉദയ്പൂരിലെ ഒരു തയ്യൽക്കാരനെ 2 പേര് ചേർന്ന് വെട്ടിക്കൊന്നില്ല ആ നൂപുർ ശർമ്മ ഇഷ്യൂവിൽ. ഞാൻ അധികം നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ആ സംഭവവും അതിനെ തുടർന്നുള്ള വികാസങ്ങളും ആണ് ഈ സിനിമയുടെ പ്രമേയം. അത് ചോർത്തി കൊടുക്കും. ഇതറിഞ്ഞ പാടെ മുസ്ലിം ഗ്രൂപ്പ്സ് എല്ലാം സുപ്രീം കോടതി, ഡൽഹി ഹൈക്കോടതി, ഗുജറാത്ത് ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി, ഇത്രയും ഹൈക്കോടതികളിൽ കേസ് പോയി. കപിൽ സിബൽ എണീറ്റിരിക്കുന്നു, സാർ ആകാശം ഇടിഞ്ഞ് വീഴും സാർ. സുപ്രീം കോടതി പറഞ്ഞു ആ സിനിമ അവർ ഇറക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കാം, വെക്കേഷൻ കഴിഞ്ഞ് നോക്കാം, അത് 14-ാം തീയതിയാണ്, 14-ാം തീയതി കഴിഞ്ഞ് നോക്കാം എന്ന് സുപ്രീം കോടതി. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു നാളെ തന്നെ ഒരു തിയേറ്റർ നിങ്ങൾ തീരുമാനിക്കുക, അവിടെ ഇതൊന്ന് കാണിക്കുക, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് ഡൽഹി ഹൈക്കോടതി. ഇതും പ്രസൂൻ ജോഷിയുടെ കളിയാണ്. പ്രസൂൻ ജോഷി ആൻഡ് ടീം, ആ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തന്നെ ഞാനത് വിളിച്ചു പറയുന്നത് ഒരു മര്യാദകേടുമാണ്. പ്രസൂൻ ജോഷിയുടെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം റെസ്പോൺസിബിൾ പ്രസൂൻ ജോഷിയാണ്. പ്രസൂൻ ജോഷി നേരിട്ടിത് ചെയ്യുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് ഓൾ ദീസ് ഇൻസിഡൻസ്, ദിസ് നരേറ്റീവ്, അതിൻ്റെ ഗംഗോത്രി പ്രസൂൻ ജോഷിയാണ്. എവറി ഫിലിം ഇയാളുടെ കളിക്കുന്നതാണ്. ഇയാളോട് ചോദിക്കാനും പറയാനും ആരുമില്ലതാണ്. ബിക്കോസ് ഹി ഹാസ് മാനേജ് എവറി ടോപ്പ് ബോസസ്. ഇങ്ങനെ മാനേജ് ചെയ്യാൻ കഴിവുള്ളവരാണ് ആ ഭരണയന്ത്രത്തിൻ്റെ ടോപ്പിൽ വരുന്നത്. കേരള സർക്കാരിലും ഇതുപോലെ റിട്ടയർ ആയവരും സർവീസിലുള്ളവരുമായ പല ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പൊതുരംഗത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. IASകാർ സമർത്ഥന്മാരാണ്. അവർക്കറിയാം അവർ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവരുടെ ഒരു കാല് അധികാരത്തിൽ തന്നെ ഇരിക്കും. ഇതുപോലെയാണ് ഈ സിനിമയിലുമൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ പലപ്പോഴും നിങ്ങൾ വിചാരിക്കും മോഹൻലാലും മമ്മൂട്ടിയൊക്കെയാണ് സിനിമ കൊണ്ട് നടക്കുന്നത്. അല്ല, അവരുടെ പിന്നിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. മൊത്തം മലയാള സിനിമയെ ചലിപ്പിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഫൈനാൻസേഴ്സ് ഉണ്ട്. അവരാണ് സമർത്ഥന്മാർ. അവരുടെ താളത്തിനായിരിക്കും പാവം മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ ഒരു സിനിമ പിടിക്കേണ്ടി വരിക. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിൽ അവർക്കിത് ചെയ്യാമെങ്കിൽ പൊളിറ്റിക്സിലും അവരത് ചെയ്യും. സോ ഈ നരേന്ദ്രമോദി സർക്കാരിനെ അകത്തുനിന്ന് തുരക്കുന്ന ശക്തികളും ധാരാളമുണ്ട്. അതിൽ ഒന്നാണ് CBFC എന്ന് പറയുന്ന സ്ഥാപനം, ICHR എന്ന് പറയുന്ന സ്ഥാപനം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഈ സിനിമ ഒരു വിവാദത്തിനും ഇടകൊടുക്കാതെ മര്യാദയ്ക്ക് പറഞ്ഞ ഡേറ്റിന് സർട്ടിഫിക്കേഷൻ കിട്ടിപ്പോകേണ്ട ഒരു സിനിമയാണ്. വേറെ ഒന്നുമില്ല. ഒരു റേപ്പ് സർവൈവർ, ബലാത്സംഗത്തിന് വിധേയായ പെൺകുട്ടി, അവൾ നടത്തുന്ന ഫൈറ്റ്
നീതി നടപ്പിലാക്കാൻ വേണ്ടി അവൾ നടത്തുന്ന ഫൈറ്റ്, അവരൊരുപക്ഷെ ജയിച്ച് കാണാം, പരാജയപ്പെട്ട് കാണാം, ഒരുപക്ഷെ ശുഭപര്യവസായിരിക്കാം, കഥനകഥയായിരിക്കാം, നമുക്കറിയില്ല. അത് സിനിമ വരുമ്പോഴേ അറിയുള്ളൂ. ബട്ട് മഹാമോശമായിപ്പോയി, മഹാകഷ്ടമായിപ്പോയി, മഹാവൃത്തികേടായിപ്പോയി, തെമ്മാടിത്തരമായിപ്പോയി, തല്ലുകൊള്ളിത്തരമായിപ്പോയി. ഇങ്ങനെ CBFC പെരുമാറരുത്. മിസ്റ്റർ പ്രസൂൻ ജോഷി, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അൺബിക്കമിങ് ഓഫ് യുവർ ഡിപ്പാർട്ട്മെൻറ്റ്. You are useless to be in that chair. I must say this with a heavy heart. It is better you get out of that office. Let someone else who is knowledgeable enough run that show. You are full of vengeance, crookedness, all sorts of dirty games you are playing by sitting in that chair, which is obvious, very explicit by the behavior your advocates were having in Kerala High Court. കേരള ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായിട്ട് ആദ്യത്തെ ദിവസം വന്ന ആളാരെന്നറിയാമോ? അഭിനവ് ചന്ദ്രചൂഡ്. മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡാണ് CBFCക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ വന്നത്. ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വലിയ മിടുക്കൻ, താമസിയാതെ ഹൈക്കോടതി ജഡ്ജിയാകും ഉറപ്പാണ്. ചന്ദ്രചൂഡിൻ്റെ മകനാണല്ലോ, DY ചന്ദ്രചൂഡിൻ്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡ് ജഡ്ജി ആവാതെ എവിടെ പോകാനാണ്, കൊളീജിയൻ സിസ്റ്റം ഉള്ളപ്പോൾ. അഭിനവ് ചന്ദ്രചൂഡ് മിടുക്ക് തെളിയിച്ചത് നമ്മളുടെ CAA കാലത്ത് അദ്ദേഹം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ നടന്ന് പ്രസംഗിച്ചു ഈ CAAക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ. നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷിൽ അച്ഛനേക്കാൾ മിടുക്ക് കാണിച്ചുകൊണ്ട്. അപ്പോഴാണ് എല്ലാവരും അഭിനവ് ചന്ദ്രചൂഡിനെ ശ്രദ്ധിക്കുന്ന, അമ്പടാ ഇവൻ കൊള്ളാമല്ലോ, പ്രത്യേകിച്ചും CAA പ്രോ മുസ്ലിം ആയിട്ടുള്ള അവരുടെ മനുഷ്യാവകാശം, വലിയ സങ്കടത്തോട് വലിയ ഡ്രമാറ്റിക്സ് ഇങ്ങനെയൊക്കെ കാണിച്ച് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറിയൊക്കെ ആയിട്ട്, അതാണ് അഭിനവ് ചന്ദ്രചൂഡ്. അദ്ദേഹമാണ് ആദ്യം CBFCക്ക് വേണ്ടി ഹാജരായത്. ബട്ട് കേസിൽ ഒരു മെരിറ്റും ഇല്ല, ഇത് തനിക്ക് നാണക്കേടാകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സബ്സീക്വൻറ്റ് ഹിയറിങ്ങിൽ അഭിനവ് ചന്ദ്രചൂഡ് മുങ്ങിക്കളഞ്ഞു. സിനിമയ്ക്ക് വേണ്ടി ഹാജരായ ഒരു പ്രമുഖൻ, ടു യുവർ സർപ്രൈസ് ഐ വിൽ ടെൽ ഹിസ് നെയിം, ഹാരിസ് ബീരാനാണ്. Now you see the irony, what is happening in our country. Thank you.